പ്രിയമുള്ളവരെ, ഞാൻ NR ജയകുമാർ, തലശ്ശേരി. ഞാൻ നിങ്ങളോട് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ശ്മശാനത്തിൻ്റെ ഒരു കഥയാണ്. തലശ്ശേരിയിലെ നിദ്രാതീരം എന്ന നമ്മുടെ കണ്ടിക്കൽ ശ്മശാനത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ശ്മശാനം, ഈ ഗ്യാസ് ചേമ്പർ സ്ഥാപിച്ചത് 2021 ജനുവരി 24 അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന അബ്ദുൽ കലാം ഈ ശ്മശാനങ്ങൾക്ക് ഫണ്ടുകൾ അനുവദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് ഗ്യാസ് ശ്മശാനങ്ങൾ മിക്ക സ്ഥലങ്ങളിലും സ്ഥാപിക്കപ്പെട്ടത്. കുണ്ടുചിറ, കതിരൂർ, തലശ്ശേരി, മൊകേരി പഞ്ചായത്ത്, പിണറായി, വലിയ വെളിച്ചം എന്നിവിടങ്ങളിൽ ഗ്യാസ് ശ്മശാനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ മുൻകാലങ്ങളിൽ സാധാരണ രീതിയിൽ കത്തിക്കുന്ന ഒരു രീതിയായിരുന്നു. പിന്നെ സമുദായ ശ്മശാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇന്ന് മാറി. ജനസാന്ദ്രമായ നഗരങ്ങളിൽ വീടുകൾ കൂടിയതിൻ്റെ ഫലമായി എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, തൊട്ടടുത്തുള്ള വീടുകളാണ്. ഇപ്പോൾ ചില സംഘടനകളൊക്കെ ഈ വിറകുകൾ വെച്ചുകൊണ്ട് സംസ്കരിക്കുന്ന രീതിയുണ്ട്. പക്ഷേ ഇത് സംസ്കരിച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുകയും പൊടിയും സമീപത്തെ കിണറുകളിലും വീടുകളിലും എത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ രീതിയെ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. പലരും ഇപ്പോൾ ഗ്യാസ് ശ്മശാനങ്ങളിലേക്കാണ് വരുന്നത്. ഒന്ന് ശരാശരി നമ്മുടെ ഈ കണ്ടിക്കൽ ശ്മശാനത്തിൽ ഞാൻ ഇവിടുത്തെ ഇതിൻ്റെ നടത്തിപ്പുകാരായവരോട് ചോദിച്ചപ്പോൾ 32ഓളം ബോഡികൾ ഇവിടെ ഓരോ മാസവും ശരാശരി വരുന്നുണ്ട് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഇതിന് ഈ ഒരു ബോഡി കത്താൻ 17 കിലോളം ഗ്യാസ് വേണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശരിക്ക് ഇത് കത്തിത്തീരാൻ ഒരു 1.5 മണിക്കൂറോളം എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ശ്മശാനത്തിൻ്റെ, ഈ തലശ്ശേരിയിലുള്ള മുനിസിപ്പാലിറ്റിയുടെ ഈ ശ്മശാനത്തിൻ്റെ തലശ്ശേരി പുഴയുടെ ഒരു കരയിലാണിത്. തൊട്ടപ്പുറത്തെ കരയിലാണ് കതിരൂർ പഞ്ചായത്തിൻ്റെ കുണ്ടിയറ ശ്മശാനവും. അപ്പം ശ്മശാനങ്ങളുടെ ഈ ഗ്യാസ് ശ്മശാനങ്ങളുടെ ഈ രീതിയിലൂടെ ഏറ്റവും നാം ഉള്ള ഒരു ഗുണം, നമ്മുടെ നാടുകളിലുള്ള ഈ തിങ്ങിപ്പറക്കുന്ന ഡെൻസിറ്റി കൂടുതലുള്ള കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ഗ്രാമങ്ങളിലുമുള്ള ആളുകൾക്ക് ഈ ഗ്യാസ് ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം ഗ്യാസ് ശ്മശാനങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ആളുകളുടെയും നമ്മുടെ അന്ത്യനിദ്രകൾ ഗ്യാസ് ശ്മശാനങ്ങളിലാവുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീശങ്കര ഗ്രൂപ്പ് പറഞ്ഞ പോലെ, ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ചൊല്ല്. അതുകൊണ്ട് ഈ ശ്മശാനത്തിലുള്ള എൻ്റെ ഈ എഡിറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.